എടാ എബി, ഇത് നമുക്ക് പറ്റിയ പണിയല്ല. കംപ്ലീറ്റ് രാഷ്ട്രീയ കളികളാ. വെറുതെ ആവശ്യമില്ലാത്തൊരു പൊല്ലാപ്പെടുത്ത് തലേ കയറ്റാൻ. എടാ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. വിട്ടേക്ക്. സാറേ, സാറൊന്നു പറ, ഇത് ശരിയാവൂല. ശരിയാവൂല. എന്നാ പറ്റൂലെന്ന് എഴുതി കൊടുത്തിട്ട് വല്ല US-ലോ യൂറോപ്പിലോ പൊയ്ക്കോ. എന്നിട്ട് നാട്ടിൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കുത്ത്. നിന്റെ നാട് നന്നാവണമെങ്കിൽ നീ മുന്നിട്ടിറങ്ങണം. സർ, മുന്നോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടണം. ഒരു കാര്യം ഉറപ്പാ, ഒരാള് മുണ്ട് മടക്കി കുത്തി ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയ അതിൽ സത്യം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാ. അനുകൂലമാവാൻ സാധ്യത കുറവാ. അങ്ങനെയാണേൽ അപ്പം നോക്കാം. സുപ്രധാനമായ മുന്നണി യോഗത്തിലേക്ക് ഗതാഗത മന്ത്രി ഇതാ എത്തിച്ചേരുകയാണ്. നമ്മുടെ പ്രതിനിധി ദിയ തത്സമയം ചേരുന്നു. സർക്കാരിന്റെ തീരുമാനം അതെന്തു തന്നെയായാലും ഈ യോഗത്തിന് ശേഷം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഗതാഗത മന്ത്രി നമ്മോടൊപ്പം ചേരുന്നു. കോടതി വിധിയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? എന്ത് വേണേ പറയാം സാർ, കോടതി വിധിയെ കുറിച്ച് ഈ മച്ചിപ്പശുവിനെ എത്ര തൊടുത്ത് മാറ്റി കിട്ടിയാലും പറഞ്ഞ മനസ്സിലായോ പത്രക്കാരി? ഉടൻ തന്നെ മുന്നണി യോഗം ആരംഭിക്കുമെന്ന് നമുക്ക് അതെ, കിട്ടിയില്ലെങ്കിൽ പിന്നെ പുറകെ പോകാൻ നിൽക്കരുതേ. മലയാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ ശ്രീ രാഗേഷ് ജോസഫ് മുന്നണി യോഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശരി, ഞാൻ ഒറ്റയ്ക്കല്ലോ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങളെ ഫ്രണ്ട് എത്തി. അതാ ഇപ്പൊ എത്തും. വെള്ളം ആരാടുവന്മാര് അറിയില്ല. പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടേതായ രീതി നന്നായിട്ടൊന്ന് അന്വേഷിക്കാൻ പറ. SI നമ്മുടെ ആളാ. സാർ പോയിക്കോട്ടെ. ഇതൊന്ന് കഴിഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറയാം. വാല് തുറക്കാൻ പോവാ, പത്രക്കാര് കാണും. ഒന്നടങ്ങി ഒതുങ്ങിയിരിക്കും കേട്ടോ. എവിടെ ഈ തള്ളി കയറി വരുന്നേ? നമസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ഈ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥാനാ പോകുന്നത്. ഒന്ന് പറയടോ. അതെ, സാറിന്റെ പല്ലെടുത്തിരിക്കണം, അധികം മിണ്ടാൻ പറ്റത്തില്ല. അല്ലേലും ഇവിടെ ഒന്നും മിണ്ടാനുള്ളത് വക്കീലേ, നാളെ തന്നെ നടക്കില്ലെന്നുള്ള കാര്യം കോടതിയിൽ അറിയിച്ചാണ് കേട്ടോക്കില്ലേ. നല്ല പോലെ പൈസ മുടക്കി കണ്ടവന്റെ കയ്യും കാലും പിടിച്ച് 10-30 ദിവസം പേരും കൊണ്ടിട്ടാ ഞാൻ ഇവിടെ ഞെളിഞ്ഞു വന്നിരിക്കുന്നത്, അറിയാവോ? അല്ലാതെ ആരെങ്കിലും തൂങ്ങിച്ചെത്തുന്ന് കരുതി അതിന് പരിഹാരമായിട്ടേ വല്ലവനെയും കെട്ടിയെഴുന്നള്ളിച്ചോണ്ട് ഇവിടെ ഇരുത്താൻ ഞാൻ സമ്മതിക്കല. അത്രേ ഉള്ളൂ. അതെ അതെ, ഇതൊക്കെ മുളയിലെന്നുള്ളല്ലോ സാറേ. അല്ലെ വഴിയെ പോകുന്നവനൊക്കെ നാളെ കൊടിവെച്ച കാലിൽ പറക്കും. വക്കീലെ, എല്ലാ കാര്യത്തിലും തീരുമാനമായി. അപ്പൊ നാളെ തന്നെ കോടതിയിൽ ഈ പരിപാടി നടക്കില്ലെന്നുള്ള കാര്യം അറിയിച്ചാലേ. ഇതന്നെയാണോ വീട്? മുന്നണി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ആ തീരുമാനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അറിയാൻ കഴിയും. ആ തീരുമാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. ഗതാഗത മന്ത്രിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണോ ഉണ്ടാവുക, അതോ കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. എന്താ സാർ? ഒന്നുമില്ല, നിങ്ങളൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ, അപ്പൊ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് വിചാരിച്ചു. സാറേ, നിന്നെ പറ്റിയൊക്കെ നന്നായിട്ട് അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഐഡിയ എടുത്തോ. നിമിഷ സാർ, എന്റെ പേഴ്സണൽ കാര്യം, എന്റെ പേഴ്സണൽ കാര്യമാണെന്നത്. എന്റെ ഫോണ് ഇതൊന്നും സാർ ഇടേണ്ട ആവശ്യമില്ല. എന്താ കാര്യം നിങ്ങൾ എന്തീ കാണിക്കുന്നേ? അതേടാ, പേഴ്സണൽ കാര്യം മാത്രം നോക്കിയാ മതി, വല്ലാണ്ടങ്ങ് തിളക്കല്ലേ. നീയൊക്കെ സാധാരണക്കാരനാ, അപ്പൊ സാധാരണക്കാരന്റെ പണി മാത്രം ചെയ്താ മതി. മര്യാദക്കുള്ള ജോലിക്ക് പോവുക, കുടുംബം നോക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, കേട്ടോ? യാതൊരു രാഷ്ട്രീയ പിന്തുണയുമില്ല 3 ചെറുപ്പക്കാർ എബി മാത്യു, ബിനു ജനാർദ്ദനൻ, പോൾ വർഗീസ് എന്നിവരെ ക്യാബിനറ്റ് പദവികളോടുകൂടി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തലപ്പത്തേക്ക്.
ഇനി മുതൽ ഇവർ സാധാരണക്കാരന്റെ ശബ്ദമായി സർക്കാരിന്റെ ഭാഗമാകുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളിലേക്ക്. ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ കോടതിയുടെ ശുപാർശ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. സാർ ഇത് ക്യാബിനറ്റ് കൂട്ടായ തീരുമാനമാണോ? എല്ലാ നല്ല കാര്യങ്ങൾക്കും ചില എതിർപ്പുകൾ ഉണ്ടാകുമല്ലോ. സർക്കാർ ഈ 3 പേരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ദിവസേന 9 കോടിയിലേക്ക് എത്തിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. നന്ദി, നമസ്കാരം. സുപ്രധാനമായ ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീകാന്ത് പണിക്കരുടെ ജൂനിയേഴ്സായ എബി മാത്യു, വിനു ജനാർദ്ദനൻ, പോൾ വർഗീസ് എന്നിവരെ സ്പെഷ്യൽ പോസ്റ്റ് നൽകി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ചുമതലക്കാരായി നിയമിച്ചിരിക്കുന്നു. കോടതിയുടെ നിർദ്ദേശം അതേപടി മുന്നണി യോഗം അംഗീകരിക്കുകയായിരുന്നു. എങ്ങനെയായിരിക്കും ഇവരുടെ ചുമതലകൾ എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ക്യാബിനറ്റ് പദവിയോടുകൂടിയായിരിക്കും ഇവർ തലസ്ഥാനത്തേക്ക് എത്തുക. സർ, മാഡം, ഈ മന്ത്രിയായ സമയം കൊണ്ട് വല്ല ജഡ്ജിയാകായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാറുണ്ടല്ലോ. സാറ് ഈ വായിൽ പഞ്ഞും കുത്തി കയറ്റി വെച്ചോണ്ടിരിക്കാതെ വാ തുറന്ന കാര്യം പറ. ഒന്ന് അടങ്ങടോ. തനിക്കെങ്ങനെ പറയാം? എന്റെ സീറ്റാ പോകുന്നത്. എടോ, ആരുടെ സീറ്റും പോകുന്നില്ല. 5-6 മാസം കൈയിട്ട് വരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഫെസിലിറ്റി എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉം. ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. സാറിന്റെ ഒറ്റൊരാളുടെ പിടിവാശി കൊണ്ട് അവന്മാർക്ക് ഇത് അനുവദിച്ചു കൊടുത്തേ. അവസാനം നമുക്കിത് പറയാവോ സാറേ? രാകേഷേ, നമ്മുടെ വഴിയിൽ ഒരു കല്ല് വന്ന് വീണ അത് നമ്മുടെ വഴിയിൽ ഒരു തടസ്സമായിട്ട് കരുതാം. അല്ലെങ്കിൽ ആ കല്ലിൽ ചവിട്ടി കൂടുതൽ ഉയരത്തിലെത്താനുള്ള ചവിട്ടുപടിയാക്കി മാറ്റാം. സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടാനും KSRTC നിർത്താനും പറ്റിയ ഒരു ചവിട്ടുപടിയായി നമുക്കിതിനെ മാറ്റണം. എന്റെ സാറേ, സാറൊന്ന് മനസ്സിലാകുന്ന ഭാഷ പറ. അല്ലാതെ ചുമ്മാ ഒരു മാതിരി. എടോ, ഇപ്പൊ നമ്മൾ സ്റ്റേക്കും അപ്പീലിനും പോയാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ കേസ് നീണ്ടുപോകും. ഇപ്പോഴെങ്ങും അത് തീരെയില്ല. അത് ശരിയാ. അതേസമയം നമ്മൾ ഇപ്പൊ അവരെ ഇത് ചെയ്യാൻ അനുവദിച്ച 6 മാസം കൊണ്ട് കാര്യം എളുപ്പമാകും. 6 മാസം നടത്തി നഷ്ടത്തിലാകുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് ജനം വിശ്വസിക്കും. കോടതി വിധിയും നമുക്ക് അനുകൂലമാവും. KSRTC നിന്നും കിട്ടും. അത് നിർത്തിയതിന്റെ ചീത്തപ്പേര് നമുക്കൊട്ടും ഉണ്ടാവത്തൂല്ല. വെറുതെ അല്ല CM ആയത്. അല്ല സാറേ, ഇനി അമ്മരെങ്ങനെ ലാഭത്തിലാക്കിയാലോ? ഗതാഗത വകുപ്പ് മന്ത്രി പറയട്ടെ. അല്ല, അതിപ്പം നന്നായി നോക്കി നടത്താലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? എടോ, അധികാരവും പണവും നിയമവും ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ ഈ പുതിയ പിള്ളേർ വന്ന് ഇത് ലാഭത്തിലാക്കിയാൽ പിന്നെ നമ്മളൊക്കെ ഈ പണിയങ്ങ് നിർത്തുന്നതാണ് നല്ലത്. അവരെ കൊണ്ടാവുന്ന പോലെ അവർ ചെയ്യട്ടെ, നമ്മളെ കൊണ്ടാവുന്ന പോലെ നമുക്കും ചെയ്യാം.